സ്പോർട്സ് എക്കാലവും പ്രതിയോഗികളും അവരുമായുള്ള റൈവൽറിയും എന്നും ഓർമ്മിക്കാവുന്ന റിവഞ്ചും ചേരുന്നതാണ്. അതാണ് ഓരോ കായിക മുഹൂർത്തവും നമുക്ക് നൽകുന്ന ആവേശം. IPL-ലേക്ക് എത്തുമ്പോൾ എക്കാലത്തെയും എതിരാളികൾ മറ്റാരുമല്ല, മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും തന്നെ. സച്ചിൻ ടെണ്ടുൽക്കറിൽ തുടങ്ങിയ മുംബൈയും മഹേന്ദ്ര സിംഗ് ധോണിയിൽ തുടരുന്ന ചെന്നൈയും ഇന്ന് നേർക്കുനേർ വരുമ്പോൾ കണക്ക് തീർക്കാനുള്ളത് മുംബൈക്കാണ്. സീസണിലെ നേർക്കുനേർ പോരിൽ ചെപ്പോക്കിൽ മുംബൈയെ നാണം കെടുത്തിയ ചെന്നൈക്ക് മറുപടി നൽകണം ഹാർദിക്കിനും സംഘത്തിനും. തുടർ തോൽവികൾക്ക് ശേഷം വിജയവഴിയിലെത്തിയ ചെന്നൈക്കാകട്ടെ പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ ജയം അനിവാര്യം. 7 മത്സരങ്ങളിൽ 5ലും തോറ്റാണ് ചെന്നൈ വരുന്നത്. അവസാന മത്സരത്തിൽ പക്ഷേ ലക്നൌവിനെ തോൽപ്പിച്ച ആവേശം ചെന്നൈക്ക് കരുത്ത്. ചെന്നൈ നായകൻ മഹേന്ദ്ര സിംഗ് ധോണിയുടെ വെടിക്കെട്ടാണ് കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈക്ക് ജയമൊരുക്കിയത്. 11 പന്തിൽ 26 റൺസ് എടുത്ത നായകൻ തന്നെയായിരുന്നു കളിയിലെ താരവും. 4 മത്സരങ്ങളിൽ തോറ്റ മുംബൈ ആകട്ടെ തുടർച്ചയായി 2 മത്സരങ്ങൾ ജയിച്ചാണ് ഇത്തവണ ഇറങ്ങുന്നത്. ക്യാപ്റ്റൻ ഹാർദിക് ആകട്ടെ ഉജ്ജ്വല ഫോമിലും. ടീമിന് ജയിക്കാനുള്ള ആവേശം തിരിച്ചെത്തിയതോടെ ഇരട്ടിക്കരുത്തിലാണ് മുംബൈ ഇന്ത്യൻസ്. ഇന്ന് മുംബൈ ഇന്ത്യൻസ് വാങ്കഡയിൽ ചെന്നൈയെ വരവേൽക്കുമ്പോൾ ശ്രദ്ധാകേന്ദ്രം ഡവാൾ ബ്രെവിസ് ആണ്. ഗുർജപ്നീത് സിംഗിന് പകരം ചെന്നൈ ദക്ഷിണാഫ്രിക്കൻ യുവതാരത്തെ ടീമിലെത്തിച്ചതിൽ ഞെട്ടലിലാണ് മുംബൈ ഇന്ത്യൻസ് ആരാധകർ. കൗമാരകാലം മുതൽ മുംബൈ വളർത്തിയെടുത്ത എന്റെ ചോരയുടെ നിറം നീലെന്ന് പ്രഖ്യാപിച്ച താരത്തെ മഞ്ഞ ജേഴ്സിയിലെത്തിച്ച് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കാൻ ഒരുങ്ങുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. മെഗാ താരലേലത്തിൽ 75 ലക്ഷം വിലയുണ്ടായിരുന്ന താരത്തെ ആരും ടീമിലെടുത്തിരുന്നില്ല. 2.2 കോടി നൽകിയാണ് ഇപ്പോൾ ചെന്നൈ ബ്രെവിസിനെ ടീമിലെത്തിച്ചത്. ഇനി ഡവാൾ ബ്രെവിസിന്റെ സമീപകാല പ്രകടനം ഒന്ന് പരിശോധിച്ചാൽ SA 2020 ടൂർണമെന്റിൽ മിന്നു ഫോമിൽ കളിച്ച് MI ക്യാപ്റ്റൗണിനെ കിരീടത്തിലെത്തിച്ച ശേഷമാണ് ബ്രെവിസ് ചെന്നൈയിലേക്ക് വരുന്നത്. 12 കളിയിൽ നേടിയത് 291 റൺസ്. 25 സിക്സറാണ് 21-കാരൻ അടിച്ചത്. 184 സ്ട്രൈക്ക് റേറ്റിലാണ് ബ്രെവിസിന്റെ ഈ വെടിക്കെട്ട് പ്രകടനം എന്നതും ശ്രദ്ധേയം. ബാറ്റിംഗിലെ പരീക്ഷണങ്ങൾ തുടരുന്ന മഹേന്ദ്ര സിംഗ് ധോണിയുടെ ചെന്നൈക്ക് ബ്രെവിസ് ടീമിലെത്തുന്നതോടെ കൂടുതൽ കരുത്താകും. റൺമഴ പെയ്ത ടൂർണമെന്റിൽ ചെന്നൈ 200 റൺസ് പിന്നിട്ടത് ഒരേ ഒരു തവണ മാത്രമാണ്. ബാറ്റർമാർ കളം നിറഞ്ഞാൽ മുംബൈക്ക് വെല്ലുവിളിയാകും. ഒരു ദിവസത്തെ ഇടവേളയിൽ പഞ്ചാബിനോട് പകരം വീട്ടാനിറങ്ങുകയാണ് RCB. ചിന്നസ്വാമിയിലെ മഴ കളിച്ച മത്സരത്തിൽ 5 വിക്കറ്റിനാണ് പഞ്ചാബ് RCBയെ തകർത്തത്. ഇന്ന് RCBക്ക് ജയിച്ചേ തീരൂ. ചിന്നസ്വാമിയിലെ നാണക്കേടിന് മൊഹാലിയിൽ മറുപടി നൽകണം കോഹ്ലിക്കും കൂട്ടർക്കും. സീസണിലെ പ്രകടനം പരിശോധിച്ചാൽ എവേ മത്സരത്തിൽ എതിരാളികളുടെ പേടി സ്വപ്നമാണ് RCB. ചിന്നസ്വാമിയിൽ മത്സരിച്ച 3-3 തോറ്റെങ്കിലും എവേ മത്സരത്തിലെല്ലാം RCB ജയിച്ചു. കൊൽക്കത്തയെ ഈഡൻ ഗാർഡൻസിലും ചെന്നൈയെ ചെപ്പോക്കിലും മുംബൈയെ വാങ്കഡയിലും രാജസ്ഥാനെ ജയ്പൂരിലും തകർത്താണ് RCB 5ാം എവേ പോരിന് ഇറങ്ങുന്നത്. ശ്രേയസ് അയ്യരുടെ പഞ്ചാബും രജത് പട്ടിദാറിന്റെ RCBയും ഈ IPL-ലെ ഏറ്റവും സന്തുലിതമായ സംഘമാണ്. ബാറ്റിംഗിലും ബൌളിംഗിലും ക്യാപ്റ്റന്മാർക്ക് ആശങ്കയില്ല. പകരം വീട്ടുമോ ബംഗളൂരു, ജയം തുടരുമോ പഞ്ചാബ് എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്. സൂപ്പർ സൺഡേയാണ്. സൂപ്പർ ടീമുകൾ നേർക്കുനേർ. വെറും മത്സരങ്ങളല്ല, തോൽവിയുടെ നിരാശയുണ്ട്, ജയത്തിന്റെ ആവേശമുണ്ട്. ചെന്നൈയോട് പകരം വീട്ടുമോ മുംബൈ, പഞ്ചാബിനോട് പകരം വീട്ടുമോ RCB? ഇനി പോര് കളത്തിൽ കാണാം.